എല്ലായിടങ്ങളിലും ഇതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു. തൊട്ടു പുറകില് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുണ്ട്. പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥി പരസ്യമായി പറയുന്നു, ഞങ്ങളും BJP തമ്മിലാണ് ഇവിടെ മത്സരമാണ്. അതെന്താ ഉദ്ദേശിക്കുന്നത്? BJPക്കൊരു ഇല്ലാത്ത പ്രാധാന്യം കൽപ്പിച്ചു കൊടുക്കുക. അത് BJPയെ പല രീതിയിലും സഹായിക്കുന്ന നിലപാട് കോൺഗ്രസ്സുകാർ സ്വീകരിക്കാറുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ ഈ ഘട്ടത്തിൽ ആകാവുന്നൊരു സഹായം ചെയ്യുന്നു എന്നതാണ് കാണാൻ പറ്റുന്നത്. ആ പറച്ചിലൊഴികെ കേരളത്തിൻ്റെ എല്ലാ ആളുകളും അംഗീകരിച്ച വസ്തുത BJPയെ പുറന്തള്ളുന്നത് തന്നെയാണ്. കേരളം അവരെ സ്വീകരിക്കുന്നില്ല, ഒരിടത്തും സ്വീകരിക്കുന്നില്ല. ഒരിടത്തും തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് പോലും കേരളത്തിൽ BJP ഉണ്ടാകില്ല എന്നതാണ് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു മധുരമായ പ്രതികാര അവസരമായി കേരളത്തിലെ ജനങ്ങൾ കാണുന്നു എന്നതാണ് വാസ്തവം. അതിന് കാരണം ജനങ്ങളുടേതായ സ്വന്തം അനുഭവവും അവരുടെ വിലയിരുത്തലും. 2019 തെരഞ്ഞെടുപ്പിൽ ചെറിയൊരു അക്കടി പറ്റിയ കുറേ ആളുകൾ കേരളത്തിലെ എല്ലായിടങ്ങളിലും അവര് ആ അബദ്ധം പിന്നീട് തിരിച്ചറിഞ്ഞു. മാത്രമല്ല വല്ലാതെ വേദനിക്കുകയും ചെയ്തു. അതിനിടയാക്കിയത് കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തുന്ന കോൺഗ്രസ്സുകാർ തെരഞ്ഞെടുപ്പിൽ ഘട്ടം കഴിഞ്ഞപ്പോൾ എല്ലായിടങ്ങളിലും വ്യാപകമായ ഒരു പ്രചരണം അഴിച്ചുവിട്ടു. അത് രാജ്യത്ത് ഒരു കക്ഷിക്കും കേവല ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ കേവല ഭൂരിപക്ഷം ഇല്ലാതായാൽ പിന്നെ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടിയാണ് സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി ക്ഷണിക്കുക. ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടിയായി കോൺഗ്രസ് മാറുന്നില്ല എങ്കിൽ രാഹുൽ ഗാന്ധിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കില്ല. ചിലപ്പോൾ BJPക്കാണ് സ്ഥാനമെങ്കിൽ BJP ക്ഷണിച്ചു. അപ്പോൾ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടിയായി കോൺഗ്രസിനെ മാറ്റണം. അതിന് ഇത്തവണ നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യണം. ഇതായിരുന്നു അഭ്യർത്ഥന. നമ്മുടെ മലയാളികൾ ശുദ്ധഹൃദയരാണല്ലോ. അവരാലോചിച്ചു, പറഞ്ഞത് ശരിയാണല്ലോ. LDF ആയാലും UDF ആയാലും എല്ലാവരും BJPക്കെതിരാണ്. പക്ഷെ സർക്കാർ രൂപീകരിക്കണമെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസിന് അംഗബലത്തിൽ കൂടുതൽ വേണ്ടി. അപ്പോ UDF സ്ഥാനാർത്ഥി ജയിക്കുന്നതല്ലേ നല്ലത്. ഇങ്ങനെയൊരു കണക്കുകൂട്ടൽ ചിലരുടെ ഇടയിൽ കഴിഞ്ഞ തവണയുണ്ടായി. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ
UDF നല്ല വിജയം, LDF കനത്ത തിരിച്ചടി. ഇപ്പോഴത്തെ എണ്ണം നോക്കിയാൽ UDF 18, LDF 2. ആലപ്പുഴയിലെ ആരിഫും കോട്ടയത്തെ തോമസ് ചാഴിക്കാണ് LDF കൂടി. ബാക്കി 18 പേര് UDF. ഈ 18 പേര് വലിയ നമ്പറാണ്. ആ 18-അംഗ സംഘം പാർലമെന്റിന്റെ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിന്റെ ഓരോ ഘട്ടത്തിലും സ്വീകരിച്ച സമീപനം, അവര് എടുത്ത നിലപാട്, ഇതൊക്കെ നമ്മുടെ വോട്ടർമാരെ അവരെ ജയിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്തവരെ വല്ലാതെ വേദനിപ്പിക്കുന്ന അനുഭവമാണ് ഉണ്ടായത്. ഒരു ഘട്ടത്തിലും ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലപാടിനനുസരിച്ച് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇപ്പൊ കേരളത്തിൻ്റെതായ ഒരു തനിമ എല്ലാ കാലത്തും ഉണ്ടായി. മതനിരപേക്ഷതയൊക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വന്നാൽ ഉച്ചസ്ഥായിയിലാണ് കേരളത്തിന്റെ ശബ്ദം ഉയരുന്നത്. ഇവിടെ ശബ്ദമേ ഉണ്ടായില്ല. കാരണം 18 പേര് നിശബ്ദം, പിന്നെ 2 പേര് എത്ര ഒച്ചത്തിൽ ശബ്ദിച്ചാലും അതിനൊരു പരിമിതിയും. ഇതാണ് സംഭവിച്ചത്. ഇവിടെ മതനിരപേക്ഷതയെ ഗൗരവമായി ബാധിക്കുന്ന പ്രശ്നമെന്ന് പറയുമ്പോൾ, ഒന്ന്, നാം അംഗീകരിച്ച ഭരണഘടന. ആ ഭരണഘടനയാണ് മതനിരപേക്ഷത. നമ്മുടെ രാഷ്ട്രം ഒരു മതനിരപേക്ഷ രാഷ്ട്രം എന്ന് തീരുമാനിക്കുന്നത്. മതനിരപേക്ഷ രാഷ്ട്രമെന്ന് തീരുമാനിച്ചത് പെട്ടെന്നൊരു ദിവസമല്ല, ദീർഘനാളത്തെ ചർച്ച. മതനിരപേക്ഷത വേണ്ട, രാഷ്ട്രം മതാധിഷ്ഠിതമാകണം എന്ന അഭിപ്രായക്കാരുണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രമുഖ ദേശീയ നേതാക്കളെല്ലാം അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തി. അവസാനം മതനിരപേക്ഷ രാഷ്ട്രം എന്ന് അംഗീകരിച്ചു. എന്താണ് മതനിരപേക്ഷതയുടെ പ്രത്യേകത? ഏത് മതത്തിലും വിശ്വസിക്കാം, എല്ലാവർക്കും തുല്യ അവകാശം. ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കണമെങ്കിൽ അതുമാണ്, അവർക്കും തുല്യ പരിഗണന. നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും പരിരക്ഷയും. ഇന്ത്യയിലെ പൗരർ എന്നല്ല ഭരണഘടനയിൽ പറഞ്ഞത് ഇന്ത്യയിൽ ജീവിക്കുന്ന വ്യക്തികൾ എന്നാണ്. അപ്പോൾ പൗരരാകാം, പൗരല്ലാതെ ജീവിക്കുന്നത്. എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്, നിയമത്തിന് മുന്നിൽ പരിരക്ഷ ലഭിക്കുന്നതാണ്. ഇത്ര വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് നമുക്കുള്ളത്. പക്ഷെ അന്ന് തൊട്ടേ ആ ഭരണഘടനയെ, മതനിരപേക്ഷതയെ തള്ളിപ്പറയുന്നവരാണ് RSSഉം സംഘപരിവാറും. അവർക്ക് ഒരു കാലത്തും ഇതിനോട് യോജിക്കാനായിട്ടില്ല. നിർഭാഗ്യവശാൽ RSS നിയന്ത്രിക്കുന്ന BJPയുടെ കയ്യിലാണ് കേന്ദ്രഭരണം. നേരത്തെ BJP അധികാരത്തിലുണ്ടായിരുന്നു. ഇപ്പോ 2014 മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. 2019 വീണ്ടും അധികാരത്തിൽ തുടരാൻ അവസരം ലഭിച്ചു. ആ അവസരം ലഭിച്ചപ്പോൾ കൂടുതൽ പ്രകടമായി RSS അജണ്ട നടപ്പാക്കൽ ആരംഭിച്ചു. 2019 അധികാരത്തിലേറെ കുറച്ചുനാൾ കഴിയുന്നതിന് മുൻപ് തന്നെ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുപോകും. പൗരത്വം മതാടിസ്ഥാനത്തിലാക്കി. ലോകത്ത് ഒരു പരിഷ്കൃത രാഷ്ട്രവും
പൗരത്വത്തിന്റെ അടിസ്ഥാനം മതമാക്കിയിട്ടില്ല. അതേപോലെ തന്നെ അഭയാർത്ഥികൾ പല രാഷ്ട്രങ്ങളിലേക്കും വരുന്നുണ്ട്. ഒരു രാഷ്ട്രവും അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വിഭജിച്ചിട്ടില്ല. മതാടിസ്ഥാനത്തിൽ അഭയാർത്ഥികളോട് വിവേചനം കാണിക്കാറില്ല. പക്ഷെ നമ്മൾ കൃത്യമായി വിഭജിച്ചു. ഈ അഭയാർത്ഥികളിൽ 6 കൂട്ടർക്ക് മാത്രം പൗരത്വം, മുസ്ലിം അടക്കമുള്ള മറ്റുള്ളവർക്ക് പൗരത്വമില്ല. ചുരുക്കി പറഞ്ഞാൽ മുസ്ലിമിന് പൗരത്വം നിഷേധിക്കാൻ വേണ്ടിയൊരു നിയമം, അതാണ് പൗരത്വ നിയമം. ഇതിനെയാണ് ലോകരാഷ്ട്രങ്ങൾ എതിർക്കുന്നത്, ഐക്യരാഷ്ട്ര സംഘടന പോലെയുള്ളവർ എതിർക്കുന്നത്. ലോകത്ത് ഇന്ത്യ വലിയൊരു ഒറ്റപ്പെട്ടു. നമ്മുടെ രാജ്യത്ത് കനത്ത എതിർപ്പുകൾക്ക്, ആ എതിർപ്പില് എല്ലാവരും ഉണ്ടായി. ഇപ്പോ ഡൽഹിയിൽ നടന്ന പ്രതിഷേധം, ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു ദേശീയ നേതാക്കളാണ്. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജനറൽ സെക്രട്ടറിമാർ, സീതാറാം യെച്ചൂരിയും ഡി രാജയും, പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, നിരവധി വിശ്വം, അങ്ങനെ കുറേ ആളുകൾ ഒരു നിര തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ ആ വഴിക്ക് എവിടെയെങ്കിലും കണ്ടോ ആരെങ്കിലും? എന്താ അവരെ കാണാതിരുന്നത്? ഈ പ്രതിഷേധിക്കുന്നവരുടെ നേരെ സംഘപരിവാർ ആക്രമണം കഴിച്ചു കൊടുക്കുന്നു. അവിടെയും ഓടിയെത്തിയത് ഇടതുപക്ഷ എംപിമാരും ഇടതുപക്ഷ നേതാക്കളും. അവിടെ കുറ്റപത്രം തയ്യാറാക്കിയപ്പോൾ സീതാറാം യെച്ചൂരിയുടെ പേര് കുറ്റപത്രത്തിൽ, ഏതെങ്കിലും കോൺഗ്രസ്സുകാരുടെ പേര് കുറ്റപത്രത്തിൽ ഉണ്ടായി. എന്താണ് അവരെല്ലാവരും മാറി നിൽക്കാൻ കാരണം? ഇവിടെ കേരളത്തിന്റെ അനുഭവം നമുക്കുണ്ടല്ലോ. നമ്മള് ഈ നിയമം പാസ്സാക്കിയ ഉടൻ തന്നെ കേരളം നടപ്പാക്കില്ല എന്ന് പറഞ്ഞു. നമ്മുടെ നാട് ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവ്വരും സ്വതന്ത്രത്തിന് വാഴുന്നൊരു നാടാണ്. അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ ഇത്തരമൊരു നിയമം അംഗീകരിക്കാനാകില്ല. എല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ടിയാണ്. പാളയം രക്തസാക്ഷി മണ്ഡപത്തില് വലിയ പ്രതിഷേധ സംഘം, പ്രതിപക്ഷ നേതാക്കളും സമൂഹത്തിലെ വിവിധ സാമൂഹിക സംഘടനകളും അതിന്റെ പ്രതിനിധികളും എല്ലാവരും ഉണ്ടായി. കനത്ത പ്രതിഷേധം. തൊട്ടു പിന്നാലെ സർവകക്ഷി യോഗം ചേർന്നു. എല്ലാവരും പ്രതിഷേധിച്ചു. പിന്നാലെ നിയമസഭ വിളിച്ചു ചേർത്തു പ്രത്യേകമായി. അതിന് പ്രതിപക്ഷ നേതാക്കളും പങ്കെടുത്തു. എല്ലാവരും കൂടി ഐക്യവേണ്ടിയാണ് ഈ നിയമം പിൻവലിക്കണം എന്ന പ്രമേയം പാസ്സാക്കി. എല്ലാം ഒന്നിച്ചിന്റെ ചെയ്തിട്ടുണ്ട്. കേരള ഗവൺമെന്റ് സുപ്രീം കോടതി സൂട്ട് ഫയൽ ചെയ്തു. ഇത് ഭരണഘടനയ്ക്ക് നിരക്കാത്ത നിയമമാണെന്ന് പറഞ്ഞു. നിങ്ങൾ പലരും അതിനുശേഷം ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടാവും. മഞ്ചേശ്വരം മുതൽ പാറശാല വരെ നടന്ന LDFന്റെ മനുഷ്യച്ചങ്ങല, രാജ്യത്ത് നടന്ന ഏറ്റവും കനത്ത പ്രതിഷേധം ഇതിനെതിരെ. ഇതെല്ലാം നമ്മൾ നടത്തി. ഒരു ഘട്ടം വരെ കോൺഗ്രസ് ഒപ്പമുണ്ട്. പിന്നെ കോൺഗ്രസ് മാറി. ഒന്നിച്ചിരുന്ന് ചെയ്ത കാര്യങ്ങൾ തന്നെ കോൺഗ്രസ് തള്ളിക്കൊണ്ടു. KPCC പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞു, കേന്ദ്രം പാസ്സാക്കിയ നിയമം നിയമസഭ പ്രമേയം പാസ്സാക്കിയതുകൊണ്ട് ഇല്ലാതാവൂ. എന്തൊരു ചോദ്യമാണ്! എത്രമാത്രം ചരിത്ര നിഷേധം ഉൾക്കൊള്ളുന്ന രാജ്യമാണ്. എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? ഞങ്ങളിനി ഒരു യോജിച്ച പ്രക്ഷോഭത്തിനുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രക്ഷോഭത്തിൽ നിന്ന് ആകെ അവർ പിൻവാങ്ങി. എന്താണ് അതിന് കാരണം?
ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും അബദ്ധം പറ്റിയെങ്കിൽ അവരന്നേ അത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും, ഈ സർക്കാരുമായിട്ട് യോജിച്ച് പോകാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പിൻവാങ്ങുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അപ്പോഴും പറഞ്ഞില്ല, ഇതേവരെ പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ കാരണം? അവരോട് പറയേണ്ടവർ പറഞ്ഞു, നിങ്ങൾ ഇതിന്റെ ഭാഗമാകാൻ പാടില്ല, പിൻവാങ്ങണം. അവര് പറഞ്ഞാൽ കേൾക്കാൻ ബാധ്യത അവരുടെ കേന്ദ്ര നേതൃത്വമാണ്. അപ്പൊ കേന്ദ്ര നേതൃത്വം പറഞ്ഞിട്ടുണ്ടാവും, കേന്ദ്ര നേതൃത്വം പറഞ്ഞതനുസരിച്ചു. കേന്ദ്ര നേതൃത്വം സ്വീകരിച്ച നിലപാട് നോക്കിയാൽ അത് പറയുകയും ചെയ്യും. അതാണല്ലോ നേരത്തെ ഒരിടത്തും അവരെ കാണാതിരുന്നത്. ഇപ്പോ നമ്മുടെ ചട്ടങ്ങളുണ്ട്. കോൺഗ്രസിന്റെ പ്രതികരണം വരുന്നത് പിന്നീടും വന്നു. നേരത്തെ പറഞ്ഞതിന്റെ 4 വർഷം മുൻപുള്ളതാണ്, അന്നേരം പ്രതികരണമില്ല. ഇപ്പൊ ചട്ടങ്ങൾ വന്ന് നടപ്പാക്കാൻ പുറപ്പെട്ടപ്പോഴും പ്രതികരണമില്ലായിരുന്നു. കോൺഗ്രസ് പ്രതികരിച്ചില്ല. കോൺഗ്രസ് പ്രസിഡന്റിനോട് ഏകദേശം ഒരു 1.5 മണിക്കൂറിന് ശേഷമുള്ള സമയത്ത് സന്ധ്യ കഴിഞ്ഞപ്പോൾ മാധ്യമക്കാരെ ആളാണ് അദ്ദേഹം. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? അപ്പോൾ പറഞ്ഞു, രാത്രി ആലോചിച്ചിട്ട് പറയും. എന്തൊരു പരിഹാസ്യ നിലയാണ് നമ്മൾ. കോൺഗ്രസിന്റെ നിലപാടില്ല. രാഹുൽ ഗാന്ധി രാജ്യം മുഴുവൻ ആ ഘട്ടത്തിൽ പ്രചരണത്തിലായിരുന്നു. ഒരു യാത്ര, എല്ലാറ്റിനെയും കുറിച്ച് അഭിപ്രായം പറഞ്ഞു, ഇതിനെപ്പറ്റി മാത്രം അഭിപ്രായമില്ല. ഇപ്പോ പ്രകടന പത്രിക പുറത്തിറങ്ങി. ഇടതുപക്ഷ പാർട്ടികൾ കൃത്യമായി പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കൃത്യമായി പറഞ്ഞല്ലോ, ഈ പൗരത്വ നിയമ ഭേദഗതി റദ്ദ് ചെയ്യും, ഒരു ശങ്കയില്ലാതെ പറഞ്ഞല്ലോ. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പൗരത്വ നിയമ ഭേദഗതി എന്നൊരു വാക്കുപോലും കാണില്ല. എന്തേ അവർക്ക് പറയാൻ പറ്റാത്തത്? ഇതൊക്കെ RSS അജണ്ടയാണെന്ന് എല്ലാവർക്കും അറിയാലോ. ആ സംഘപരിവാർ അജണ്ടയോട് ഒട്ടിച്ചേരുന്ന മനസ്സെങ്ങനെ കോൺഗ്രസിന് വന്നോ? അതല്ലേ ആലോചിക്കുന്നത്. ഇത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോ നമ്മുടെ പ്രതിപക്ഷ നേതാവ് നല്ല വ്യാഖ്യാനപ്പെടുവാണ്. അദ്ദേഹം ഈ പ്രകടന പത്രികയിലെ പേജൊക്കെ പറഞ്ഞു പോയി, ഇത് പറഞ്ഞിരിക്കുകയാണ്, അതില് ഇത് കാണാതെയാണ് ഈ പറയുന്നത് എന്നൊക്കെ അദ്ദേഹം പ്രസ്താവിച്ചു. അതിന് നമ്മുടെ മലയാള മനോരമ കൊടുത്ത പ്രാധാന്യം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഫ്രണ്ട് പേജിൽ ബാനർ തെറ്റി വായിക്കാതെ അഭിപ്രായം പറഞ്ഞതാണ്. അപ്പൊ പത്രം വന്ന ദിവസം ഈ പ്രകടന പത്രികയുമായി മാധ്യമപ്രവർത്തകരെ ഞാൻ കണ്ടു. അവരെടുത്ത് ഈ പറഞ്ഞ പേജ് എടുത്ത് ആ ഖണ്ഡിക എടുത്ത് വായിച്ചു. CAA പൗരത്വ നിയമ ഭേദഗതി എന്ന ഒരു വാക്കുപോലും ഇല്ല. എന്താണ് കോൺഗ്രസിന് പറ്റുന്നത്? ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ പിന്നെ ഇവിടെ ശ്രമിക്കുകയാണ് അവര്. അപ്പൊ ഇതാണ് കോൺഗ്രസിന്റെ നിലപാട് ഇക്കാര്യത്തിൽ നാം കാണുന്നത്. BJP എതിർക്കുന്നതിന് പകരം സംഘപരിവാർ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. നമ്മളെ പറഞ്ഞു വന്നത് ഈ 18-അംഗ സംഘത്തെ കുറിച്ചാണ്. 18-അംഗ സംഘത്തിന് ആരെങ്കിലും വ്യത്യസ്ത നിലപാടെടുത്തോ? എല്ലാവരും ഇതേ നിലപാട്. ഇപ്പൊ ഇന്ത്യൻ പാർലമെന്റില് ഒരു ദിവസം ആഭ്യന്തരമന്ത്രി എഴുന്നേറ്റ് നിന്ന് ഒരു കടലാസ് എടുത്തൊരു വായന. അതോടെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ഇല്ലാതായി. ആ സംസ്ഥാനത്തിന് സംസ്ഥാനം എന്ന പദവിയും ഇല്ലാതായി.
ഇതൊക്കെ ചെയ്യാന്ന് പറയുന്നത് ഒരുപാട് നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഒരു നടപടിക്രമവും തങ്ങൾക്ക് ബാധകമല്ല, തങ്ങൾക്ക് തോന്നിയത് ചെയ്യും. ഇതാണ് സംഘപരിവാർ നിലപാട്. അതാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത്. കോൺഗ്രസിന്റെ ശബ്ദം കേട്ടോ? സാങ്കേതികമായ ഇതിലൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത്തരം ഒരു ഭരണഘടന വകുപ്പടക്കം റദ്ദ് ചെയ്യുന്നതല്ല, ഒരു നടപടിക്രമവും പാലിക്കാതെ റദ്ദ് ചെയ്യുന്നതല്ല, ഒരു സംസ്ഥാനത്തിന്റെ സംസ്ഥാന പദവി എടുത്തു കളയുന്നതല്ല, അതൊക്കെ എത്രമാത്രം കനത്ത പ്രതിഷേധത്തിനിടയാകും. പ്രതിഷേധിച്ചോ? ശബ്ദമുയർന്നോ? ശബ്ദം ഉയരില്ലാലോ. കോൺഗ്രസിലെ ചില നേതാക്കള് രഹസ്യമായി BJPയെ അഭിനന്ദിച്ചു എന്നാണ് പറയുന്നത്. ഏതായാലും ഒരാളുടെ കാര്യം എല്ലാവർക്കും അറിയാം, അത് രഹസ്യമല്ല. അദ്ദേഹം രാജ്യസഭയിലെ കോൺഗ്രസിന്റെ ചീഫ് വിപ്പ്, വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ്. അദ്ദേഹത്തിന് ആവേശം അടക്കാനായിട്ട് എന്തൊരു നിലപാടാണ് ഈ BJP എടുത്തത്. അത്രമാത്രം മാതൃകാപരമായ നിലപാട്. തന്നെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് അത് അങ്ങേയറ്റം അഭിനന്ദനാർഹം തന്നെ എന്നാണ് ഈ രാജ്യസഭാ ചീഫ് വിപ്പിന്റെ അഭിപ്രായം. അവരുടെ കോൺഗ്രസിൽ അദ്ദേഹത്തിന്റെ ആവേശം അണപൊട്ടി. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് ഇറങ്ങിപ്പോയി, നേരെ BJP ചെന്നു. BJP സ്വീകരിച്ചു. അദ്ദേഹത്തെ വീണ്ടും രാജ്യസഭാംഗാക്കി രാജ്യസഭയിലേക്ക് തിരിച്ചയച്ചു. ഇതാണ് കോൺഗ്രസ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ അതിനകത്ത് കാണാൻ പറ്റും. അവര് സംഘപരിവാർ മനസ്സുകാരാണ്. രാജ്യത്ത് ഉയർന്നു വന്ന നിരവധി പ്രശ്നങ്ങളിൽ ഈ സംഘപരിവാർ മനസ്സോടെയുള്ള പ്രതികരണങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നാം കണ്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായി എന്തെല്ലാം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് രാജ്യത്ത്. അപ്പൊ സംഘപരിവാറിനെ എതിർക്കേണ്ട രീതിയിലല്ല, എതിർക്കേണ്ട പട്ടികയിലല്ല കോൺഗ്രസിലെ നല്ലൊരു ഭാഗം വിട്ടിട്ടുള്ളത്. അവരുമായി സമരസപ്പെട്ടു പോവുകയാണ്. ഇതാണ് നാം കാണേണ്ട ഒരു കാര്യം. ഇപ്പൊ ചില നിയമ ഭേദഗതി, ഒന്ന് NIA ഭേദഗതി. NIA ഭേദഗതി എന്ന് പറയുന്നത് ആ നിയമത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നത്. എന്താ കോൺഗ്രസ് ചെയ്തു? എതിർക്കാൻ കോൺഗ്രസ് ഉണ്ടായില്ല. ഇതെല്ലാം ആര്യ ലക്ഷ്യമെടുക്കുന്ന പകൽ പോലെ വ്യക്തിയല്ലേ രാജ്യത്ത് എതിർക്കണ്ടേ? ലോക്സഭയുടെ കാര്യം ആകെ എതിർത്തത് 6 പേര്. ആ 6-ൽ 1 ആലപ്പുഴയിലെ ആരിഫ്. ഇതാണ് അവസ്ഥ. കോൺഗ്രസ്സുകാരെ എവിടെയും കാണാനില്ല. ഇനി EAPA നിയമം, ആ EAPAയുടെ കാര്യത്തിൽ അതൊരു കരിനിയമമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നതാണ്. ആ കരിനിയമത്തെ കൂടുതൽ കരിനിയമമാക്കാൻ ഭേദഗതി കൊണ്ടുവന്നു. വലിയ എതിർപ്പ് അതിനെതിരെയുണ്ട്. കോൺഗ്രസ് എന്താ ചെയ്തത്? BJPയുടെ കൂടെ നിന്നു, BJPയോടൊപ്പം. ഇതാണ് കോൺഗ്രസ്. ഈ 18-അംഗ സംഘം ഇക്കാര്യത്തിൽ എവിടെയെങ്കിലും കണ്ടോ? നമ്മളെ ജയിപ്പിച്ചു വിട്ടവരാണല്ലോ, ഈ കേരളീയർ ജയിപ്പിച്ചു വിട്ടവരാണല്ലോ. അവരുടെ വികാരത്തിന്റെ കൂടെ ഉണ്ടായോ? ഇതാണ് നാം കാണേണ്ട കാര്യം. ഇങ്ങനെ ദേശീയ തലത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഞാൻ എല്ലാ പ്രശ്നങ്ങളിലും ഇപ്പൊ കടന്നിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ഈ ഘട്ടത്തിൽ നേരിട്ട് പ്രതിസന്ധി. ഈ നൂറ്റാണ്ടിലെ മഹാപ്രളയം നമുക്ക് വല്ലാത്ത തകർച്ച. തൊട്ടു പിന്നാലെ അതിരൂക്ഷമായ കാലവർഷം കിട്ടി. അതിൽ നിന്ന് ശ്വാസം വിടാൻ സമയമില്ല. അപ്പോഴേക്ക് ലോകം മുഴുവൻ വ്യാപിച്ച കോവിഡ്, ഇടയ്ക്ക് നിപ്പ, പിന്നെ ഓഖി. ഒരു നാടിനെ തകർത്തെറിയാൻ ഇതിൽ പരം എന്ത് വേണം? എത്ര കടുത്ത പ്രതിസന്ധിയാണ് നമ്മുടെ നാടായത്. ആ ഘട്ടത്തിലല്ലേ നമ്മുടെ നാടിന് സഹായം വേണ്ടത്.
സഹായിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണല്ലോ. സഹായിച്ചോ? സഹായം എന്നത് ഒരു ഔദാര്യമല്ല. ഈ രാജ്യത്തിന്റെ ഭാഗമായ ഒരു സംസ്ഥാനത്തിന് ഇത്തരം ഒരു കെടുതി അനുഭവിക്കേണ്ടി വന്നാൽ ആ സംസ്ഥാനത്തിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി സഹായം നൽകാനുള്ള ബാധ്യത കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. ചെയ്തോ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചോ ഇവര്? ഇല്ലാലോ. അങ്ങനെ ഒരു ചോദ്യമേ വന്നില്ലാലോ. എല്ലാത്തിനും കേന്ദ്ര സർക്കാർ പറയുന്ന ന്യായം അതേപോലെ ഇവര് എഴുന്നള്ളിക്കുന്നില്ലേ? ഇതല്ലേ നമ്മുടെ അനുഭവം. നമ്മുടെ നാട് ലോകത്ത് പലരും ഇഷ്ടപ്പെടുന്ന നാടാണ്. അവര് നെഞ്ചേറ്റിയ നാടാണ്. അതുകൊണ്ട് തന്നെ ചില രാഷ്ട്രങ്ങൾ ഈ തകർച്ച കണ്ട് വേദനിച്ച് വലിയ സഹായം കേരളത്തിന് ചെയ്യാൻ തയ്യാറായി. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് എന്താ പറയുന്നത്? കേന്ദ്ര ഗവൺമെന്റ് മുഖേനയാണ് സഹായം കിട്ടുന്നത്. കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കുക, ഞങ്ങളൊരു സഹായം സ്വീകരിക്കില്ല, ഞങ്ങളൊരു സഹായം സ്വീകരിക്കില്ല എന്ന് നേരത്തെ എപ്പോഴെങ്കിലും നിലപാടെടുത്തിട്ടുണ്ടോ? രാജ്യത്ത് ആദ്യമായി എല്ലാവരും പ്രകൃതിരുന്നോ? കേരളത്തിന് വലിയ തോതിൽ ഇപ്പോഴായിരിക്കും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന മനുഷ്യൻ നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അവിടെ വലിയ ദുരന്തം ഏറ്റുവാങ്ങി. അന്ന് അവരെ അന്താരാഷ്ട്ര തലത്തിൽ സഹായിച്ചു. ആ സഹായം സ്വീകരിച്ചു. ആ സഹായം സ്വീകരിച്ചയാൾ പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് ആ ഗവൺമെന്റ് കേരളത്തിൽ സഹായം സ്വീകരിക്കില്ല എന്ന നിലപാടെടുത്തത്. കോൺഗ്രസ് പറഞ്ഞോ ശരിയല്ല എന്ന്? നിങ്ങൾ സ്വീകരിച്ച നിലപാട് ശരിയല്ല എന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് പറയാൻ കോൺഗ്രസ് തയ്യാറായോ? എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്? അതിന്റെ വിശദാംശങ്ങളിലേക്കെല്ലാം പോയ ഒരുപാട് സംഭവങ്ങളാണ്. ഞാൻ വീണ്ടും അതിലേക്കെല്ലാം ആവർത്തനത്തിലേക്ക് പോകുന്നില്ല. എന്തെല്ലാം കാര്യങ്ങൾ, എവിടം വരെയായിരുന്നു നമ്മൾ എത്തിയത്? നമ്മൾ ഓർക്കുന്നില്ലേ? വിദേശത്തുനിന്ന് നമ്മുടെ സഹോദരങ്ങൾ പണം പിരിച്ചു നൽകാൻ മന്ത്രിമാര് പോയി സഹായിച്ചാൽ ഞങ്ങൾക്ക് പണം തരാൻ പറ്റും, നിങ്ങൾ ആരെങ്കിലും അയക്കണമെന്ന് പറഞ്ഞ് മന്ത്രിമാരെ അയക്കാൻ തീരുമാനിച്ചു. കേന്ദ്ര ഗവൺമെന്റ് പാടില്ലാത്തോ? കാരണം അനുമതി വേണം കേന്ദ്ര ഗവൺമെന്റ്. അതിനെതിരെ കോൺഗ്രസ് അനങ്ങിയോ? ഇവിടെ നാം വലിയ വിഷമത്തിലായിരുന്നല്ലോ, വലിയ പ്രയാസത്തിലല്ലേ. പലരും കേരളത്തെ ഓർത്ത് കണ്ണീർ വാർത്തകളില്ലേ, എങ്ങനെ ഇത് കടന്നു വരും? അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സഹായം വേണം. സർക്കാർ ജീവനക്കാര് ഒരു മാസത്തെ ശമ്പളം കടമായിട്ട് തരിക, ഒന്നിച്ചു തരാൻ പറ്റുന്നവർ ഒന്നിച്ചു തരിക, അല്ലെങ്കിൽ 3 ഗഡുക്കളായിട്ട് തരിക, നിങ്ങൾക്ക് തിരിച്ചു തരും ഗവൺമെന്റ്. ആരും അംഗീകരിക്കുന്ന ഒരു നിലപാടല്ലേ ഇത്? കോൺഗ്രസ് എന്തായിരുന്നു അപ്പൊ പറഞ്ഞത്? ആരും കൊടുക്കാൻ പാടില്ല, ശക്തമായ എതിർപ്പ്, കോടതിയിൽ കേസ്. എന്താണ് ഇങ്ങനെ? നാട് തകരട്ടെ ഇതായിരുന്നു. പക്ഷെ നമ്മളപ്പോ പറഞ്ഞു ഇതൊരു വലിയ ആപൽഘട്ടമാണ്. ഈ ആപൽഘട്ടം നമ്മുടെ തലയിൽ കൈയും വെച്ച് കരുതിയിരിക്കാനല്ല, ഇതിനെ നമുക്ക് അതിജീവിക്കണം. ആ അതിജീവനം ഇനിയൊരു പ്രകൃതി ദുരന്തത്തിൽ തകർക്കാനാവാത്ത കേരളത്തെ പുനർനിർമ്മിച്ചുകൊണ്ടാവണം. അതാണ് നമ്മുടെ അതിജീവനം. നമ്മുടെ നാടും ജനങ്ങളും ഒരുമയോടെ നിന്നു നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞു. ലോകം അത്ഭുതാതരങ്ങളോടെ നോക്കിക്കണ്ടു എങ്ങനെ ഈ കൊച്ചു നാടിന് ഇത്ര വലിയ തോതിൽ അതിജീവിക്കാനായി എന്നത്. അതെല്ലാം നമ്മുടെ മറ്റൊരു അനുഭവം. കാരണം BJP അവരുടെ അജണ്ട നടപ്പിലാക്കാൻ പുറപ്പെട്ടാൽ തകർന്നു പോകുന്ന ഒരു നാടല്ല ഈ കേരളം എന്ന് നാം കൃത്യമായി കാണുന്നു. അപ്പോഴൊക്കെ ഇവർ കോൺഗ്രസ് BJPയുടെ കൂടെയാണ് നിന്നത്. ഇതാണ് നാം ഓർക്കേണ്ട കാര്യം. ഇനിയിപ്പോ അടുത്ത കാലത്തുണ്ടായ കാര്യം, നമുക്ക് നമ്മുടെ കേരളത്തെ ശ്വാസം മുട്ടിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ പൂർണ്ണമായും
സാമ്പത്തിക ഞെരുക്കം ഉണ്ടാക്കുക, അർഹതപ്പെട്ടതൊന്നും തരാതിരിക്കുക, ഇതായിരുന്നു നിലപാടെടുത്തത്. എത്ര കനത്ത വിവേചനമാണ് നമ്മൾ നേരെ കാണിച്ചത്. നമുക്ക് അർഹതപ്പെട്ട നികുതി വിഹിതമുണ്ട്, അത് തരില്ല. നമുക്ക് അവര് ചെലവിടേണ്ട പണം കേന്ദ്രവും സംസ്ഥാനവും കൂടി ചെലവാക്കുന്ന പണം, അവരുടെ പണം നമ്മൾ ആദ്യം ചെലവാക്കുകയാണ് സംസ്ഥാനം. ആ പണം നമുക്ക് ഇങ്ങോട്ട് തരണം, തരില്ല. കടമെടുക്കാൻ സംസ്ഥാനത്തിന് അധികാരമുണ്ട്, ഭരണഘടനാ വിരുദ്ധമായി കേന്ദ്രം ഇടപെടുന്നു, കടമെടുപ്പ് പരിധി വെട്ടിക്കുറക്കുന്നു. എല്ലാം എന്തിനാണ്? സംസ്ഥാനത്തിന്റെ കയ്യിലെത്തേണ്ട പണം എത്താതിരിക്കണം, ഇതാണ് ഉദ്ദേശം. പക്ഷേ നമ്മള് തീരെ തകരണമെന്നാണ് അവർ ആഗ്രഹിച്ചതെങ്കിലും ആ രീതിയിൽ തകർന്നില്ല എന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ പണം തീരെ ഇല്ലാതായാൽ എന്ത് ചെയ്യും? എങ്ങനെ കാര്യങ്ങൾ നിർവഹിക്കും? നിവേദനം പലവട്ടം കൊടുത്തു. ഈ 18 അംഗ സംഘത്തെ അടക്കം കേരളത്തിലെ എംപിമാരെ മുഴുവൻ നമ്മുടെ പാർലമെന്റ് സമ്മേളനത്തിന് മുൻപായി സാധാരണ എംപിമാരുടെ യോഗം ചേരുന്ന പതിവുണ്ട്. അതിൽ സർക്കാർ അവരോട് പറഞ്ഞു, ഇതാണ് സ്ഥിതി, നിങ്ങൾ ഒന്നിച്ച് കേന്ദ്ര ഗവൺമെന്റിനെ കാണണം, നിവേദനം കൊടുക്കണം, ധനമന്ത്രിക്ക്. 2 തവണ അതാവർത്തിച്ചു. എല്ലാം സമ്മതിക്കും, അവിടെ പോയാൽ നിവേദനത്തിൽ ഒപ്പിടില്ല. 2ാമത്തെ തവണ പറഞ്ഞു, ഞങ്ങൾ നിവേദനത്തിൽ ഒപ്പിടണമെങ്കിൽ ഒരു വാചകം എഴുതണം, കേരള ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയാണ് ഇതിനെല്ലാം കാരണമെന്ന് എഴുതണം. എങ്ങനെയുണ്ട്? നമ്മള് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന വിവേചനത്തിനെതിരെയാണ് നിവേദനം, അവഗണന, വിവേചനം. അപ്പൊ അതിലൊരു വാചകം, ഇതെല്ലാം സംഭവിക്കുന്നത് നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല, ഞങ്ങളുടെ സംസ്ഥാനം അവിടെയുള്ള ഗവൺമെന്റ് കാണിക്കുന്ന കെടുകാര്യസ്ഥത കൊണ്ടാണ് എന്ന് എഴുതി വെക്കുന്നത്. ഇത് കോൺഗ്രസിനല്ലാതെ മറ്റാർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പോയ 18 അംഗ സംഘം നമ്മുടെ നാടിനോട് ചെയ്തത്. ഒരു നിവേദനം കൊടുക്കാൻ പോലും തയ്യാറല്ല നാടിന് വേണ്ടി. നാടിനു വേണ്ടി ശബ്ദമുയർത്താൻ തയ്യാറല്ല. നാടിന്റെ വീരം നിഷേധിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ തയ്യാറല്ല. എത്രയാണ് കുറച്ചത്? ഇപ്പൊ സുപ്രീം കോടതി അവസാനം ഗതിയില്ലാതെ കേസിന് പോയല്ലോ ഗവൺമെന്റ്. സുപ്രീം കോടതി മുൻപാകെ ഒരു കണക്ക് പറഞ്ഞു, 7 വർഷം നമുക്ക് കിട്ടേണ്ടിയിരുന്ന തുകയിൽ വന്ന കുറവ് എത്രയാ? 1,07,500 കോടിയിൽ പരം രൂപ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളം പോലൊരു സംസ്ഥാനത്തിന് 1,07,500 കോടി രൂപ 7 വർഷത്തിൽ ഇല്ലാതായി എന്ന് പറഞ്ഞാൽ എങ്ങനെ നിൽക്കും? എങ്ങനെ മുന്നോട്ട് പോകും? സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്യൂ. ചർച്ച ചെയ്തോ? ഇവിടെ നിയമസഭ ബജറ്റ് സമ്മേളനം, ധനമന്ത്രി മറുപടി പറയേണ്ട ദിവസം എല്ലാം വിട്ട് ഈ ചർച്ചയുടെ പ്രാധാന്യം കണക്കാക്കി ധനമന്ത്രിയും കൂടി പോയി. എന്ത് കാര്യം? അവിടെ കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങളൊരു ചർച്ചക്കുമില്ല, നിങ്ങൾ കേസ് പിൻവലിച്ചാൽ മാത്രമേ എന്തെങ്കിലും നടപടി ഞങ്ങൾ എടുക്കൂ. ആ വിവരം സുപ്രീം കോടതിയിൽ പിന്നെ പറയുന്നു. അപ്പൊ സുപ്രീം കോടതി ഇടപെടുന്നു. ന്യായമായും കേരളത്തിന് അർഹതപ്പെട്ടതല്ലേ 13,000 കോടി രൂപ? അതെന്തിനാണ് നിങ്ങൾ തടയുന്നത്? അതാദ്യം അനുവദിക്കൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇതൊരു ഔദാര്യമല്ല നമ്മൾ കാണണം. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട പണം സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ കിട്ടേണ്ടി വരുന്നു കേരളത്തിന്. ഇവരപ്പോഴോ ഈ 13 അംഗ സംഘം അന്നേരം കേരളത്തോടൊപ്പം ഇല്ല, അപ്പോഴും BJP സർക്കാരിന്റെ ന്യായത്തോടൊപ്പമാണ്. പിന്നെ സുപ്രീം കോടതി വീണ്ടും കേസ് കേൾക്കുന്നു. സുപ്രീം കോടതി പറയുന്നു, വളരെ ഗൗരവമേറിയ കാര്യങ്ങളാണ് കേരള ഗവൺമെന്റ് ഉന്നയിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇതേവരെ പ്രവേശിക്കാത്ത മേഖലയാണിത്. അതായത് സുപ്രീം കോടതി ഇതേവരെ വ്യക്തത വരുത്താത്ത മേഖലയാണ്. ഇത് ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട്.
ഈ പ്രശ്നം 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുന്നു. ദേശീയ തലത്തിലുള്ള പ്രശ്നമായിട്ട് മാറി. അത്രയും ഗൗരവത്തോടെ സുപ്രീം കോടതി എടുത്തു. അത്രയും ഗൗരവമുള്ള വിഷയമാണ് നമ്മൾ ഉന്നയിച്ചത്. ഇപ്പോ സുപ്രീം കോടതി ചോദിക്കുന്നു, പല സംസ്ഥാനങ്ങളിൽ ഇതിന് പുറകെ ചെല്ലുകയാണ് സുപ്രീം കോടതി മുൻപാകെ. ഇതെന്താണിത് നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിക്കുകയാണ്, നിങ്ങളെന്താ സംസ്ഥാനങ്ങളുമായി കണ്ടസ്റ്റ് ചെയ്യണം? എത്ര ഷാർപ്പായ ചോദ്യമാണെന്ന് നോക്കണം. നമ്മുടെ പേരും പരാമർശിക്കുന്നു. കേരളമാണ് ആദ്യം വന്നത്, ഇപ്പൊ നിങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് എന്നും പറയുന്നു. ഈ 18 അംഗ സംഘം അപ്പോഴും എവിടെയെങ്കിലും ഉണ്ടോ? അവരുടെ മനോഭാവത്തിൽ തിരുത്തലുണ്ടോ? ഇതാണ് നാം കാണേണ്ടത്. ഇപ്പൊ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രാജ്യം മുഴുവൻ വലവീശി നടത്തുകയാണല്ലോ. അവരെ കെജ്രിവാളിനെതിരെ നടപടിയെടുത്ത് അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കി. കഴിഞ്ഞ 31 പ്രതിഷേധം കനത്ത രീതിയിൽ നടന്നു. ആ പ്രതിഷേധത്തിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കളെല്ലാം പങ്കെടുത്തു. എങ്ങനെയാണ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത്? അതിൽ കോൺഗ്രസിന്റെ പങ്ക് അറിയോ? 1 വർഷം മുൻപാണ് അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ മനീഷ് സിസോദിയ ഇഡി അറസ്റ്റ് ചെയ്തു. ആ കേസ് വന്നത് കോൺഗ്രസ് കൊടുത്ത പരാതിയുടെ മേലെയാണ്. കോൺഗ്രസ് കൊടുത്ത പരാതിയെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അപ്പോ ഇഡിക്ക് കടന്നു വരാൻ അവസരമായി. അതാണ് കോൺഗ്രസ് ചെയ്ത സംഭാവന. ഇരിക്കട്ടെ, മനീഷിനെ അറസ്റ്റ് ചെയ്തു. രാജ്യമാകെ പ്രതിഷേധം. അപ്പൊ കോൺഗ്രസ് പറഞ്ഞ എന്താ? കോൺഗ്രസ് പറയാണ്, എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? അദ്ദേഹമല്ലേ ഇതിന്റെ മുഖ്യ സൂത്രധാരകൻ. കെജ്രിവാളിനെ കേസിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇതാണ് കോൺഗ്രസ്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കോൺഗ്രസിനെതിരെ നീങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നീങ്ങുമ്പോൾ അതിൽ കോൺഗ്രസ് പ്രതിഷേധിക്കുന്നു. കോൺഗ്രസ് ഇതര രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ കോൺഗ്രസ് കേന്ദ്ര അന്വേഷണ ഏജൻസികളോടൊപ്പം നിൽക്കും. കേരളത്തിലെ അനുഭവം നോക്കൂ. കിഫ്ബിക്കെതിരെ വലിയ ഇടപെടലില്ലേ നടന്നത്? കേന്ദ്ര അന്വേഷണ ഏജൻസി കിഫ്ബിക്കെതിരെ വരുന്നു. കിഫ്ബി എന്ത് കുറ്റം ചെയ്തത്? എവിടെ തിരിഞ്ഞു നോക്കിയാലും കിഫ്ബിയുടെ പ്രതീകങ്ങള് സാക്ഷ്യപത്രങ്ങളായി കിടക്കുകയല്ലേ? ഇപ്പോ ഇതേവരെയുള്ള അവസ്ഥയെടുത്താൽ 82,000 കോടി രൂപയുടെ വിവിധ പദ്ധതികളാണ് സംസ്ഥാനത്ത് കിഫ്ബി മുഖേന ഏറ്റെടുത്തിട്ടുള്ളത്. അതല്ലേ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്? അതിലല്ലേ കിഫ്ബിക്കെതിരെ നോട്ടീസ്. അപ്പോ പ്രതിപക്ഷ കേരളത്തിലെ കോൺഗ്രസിന്റെ വർത്താനം എന്താ? ഞങ്ങൾ ആദ്യം പറഞ്ഞില്ലേ നിങ്ങൾ എന്താണ് വൈകിയെന്നാണ്. ഇപ്പോ ഈ 31 ശേഷം മാറ്റമുണ്ടോ? 31 ശേഷമാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്കിനെ ഹീനമായ രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചത്. എന്താണ് മനോഭാവം? ഇതാണ് കോൺഗ്രസ് എന്ന് നാം കാണുന്നത്. ചുരുക്കത്തിൽ ഒരു കേരള വിരുദ്ധ വികാരം. അത് BJPക്ക് ഉണ്ട്, കോൺഗ്രസിന് UDF വന്നിരിക്കുന്നു. ഈ കേരള വിരുദ്ധ വികാരമുള്ള ശക്തികളോട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കണക്ക് തീർക്കണം എന്ന വികാരത്തിലാണ് പൊതുവെ ജനങ്ങളുള്ളത്. അതിന്റെ ഭാഗമായി കേരളത്തിൽ ആകെ പരിശോധിച്ചാൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും LDFന് അനുകൂലമായ ഒരു തരംഗം അടിച്ചുയരുന്നതായി കാണാൻ. ആ പശ്ചാത്തലത്തിലാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനെ നാം കാണേണ്ടത്. ഈ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് സഖാവ് വി. ജോയിയാണ്. സഖാവ് ജോയിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാവുന്നതാണ്. ഇത്തരം പ്രശ്നങ്ങളിൽ വ്യക്തതയാർന്ന നിലപാട് അദ്ദേഹത്തിന്. ഒരു ആശയക്കുഴപ്പവും ഉണ്ടാകില്ല. രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളായാലും സംസ്ഥാനത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളായാലും
മണ്ഡലത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളായാലും നല്ല രീതിയിൽ ആശയ വ്യക്തതയോടെ ഉന്നയിക്കാൻ സഖാവ് ജോയിക്ക് കഴിയും. ഇതേവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം ഭംഗിയായി നിറവേറ്റുന്ന ഒരു പൊതുപ്രവർത്തകനാണ് സഖാവ് ജോയി എന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ നാടും നാട്ടുകാരും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും അംഗീകരിക്കാവുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയായാണ് സഖാവ് ജോയിയെ പൊതുവെ നാട് കാണുന്നത്. നല്ല രീതിയിൽ ആറ്റിങ്ങൽ മണ്ഡലം ജോയിയെ മനസ്സാ സ്വീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 26-ാം തീയതി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ പാർലമെന്റിലേക്ക് ഈ ജോയിയെ അയക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായം.